എല്ലാവർക്കും നമസ്കാരം. വേദ വിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ അടുത്തായിട്ട് നമ്മുടെ ഹിന്ദു സമൂഹത്തിലെ പുരുഷന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വിവാഹ തടസ്സം അല്ലെങ്കിൽ വിവാഹത്തിനുള്ള താമസം. എത്രയൊക്കെ വിവാഹ ആലോചനകൾ നടത്തിയിട്ടും വിവാഹം ഉറക്കാതെ വരിക. ഇതിലേറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും പ്രശ്നത്തിലെത്തുന്നത് മക്കളുടെ വിവാഹത്തിൻ്റെ തടസ്സത്തെ പറ്റി ചോദിക്കാൻ തന്നെയാണ്. ഇതിനകത്തൊരു പ്രധാന പ്രശ്നം നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ മാത്രമായിട്ടുള്ളത് ഈ ജാതകവും ചൊവ്വാദോഷവും ശുദ്ധജാതകവും പാപജാതകവുമൊക്കെ ഈ വിവാഹ തടസ്സങ്ങൾക്കൊരു കാരണമാകുന്നു എന്നതാണ്. അപ്പോൾ അതിനകത്ത് എന്ത് ശാസ്ത്രീയ അടിസ്ഥാനമാണ് ഈ പൊരുത്തം നോക്കുന്നതിലുള്ളത്? അല്ലെങ്കിൽ ജാതകത്തിലെ ഈ ശുദ്ധജാതകം എന്നുണ്ടോ? വിവാഹത്തിന് പൊരുത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനെപ്പറ്റി നമുക്കൊന്ന് അതിൻ്റെ കൂടുതൽ ശാസ്ത്രീയ വശങ്ങളിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇതിന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ അതിലെങ്ങും വിവാഹ പൊരുത്തം നോക്കിയതായിട്ട് പ്രതിപാദിച്ച് കാണുന്നില്ല. ഇപ്പം ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും വിവാഹത്തിനും അല്ലെങ്കിൽ ഏതൊരു വിവാഹത്തിനായാലും പുരാണ കഥകളിൽ ശുഭമുഹൂർത്തത്തെ കൽപ്പിച്ചതായിട്ട് പറയുന്നുണ്ട്. ഉത്തമമായ മുഹൂർത്തത്തെ ആചാര്യൻ ഗുരുവരന്മാർ നിശ്ചയിച്ചു. ആ ഉത്തമമായ മുഹൂർത്ത സമയത്ത് വിവാഹം നടന്നു എന്നുണ്ട്. അപ്പം അന്ന് തൊട്ട് മുഹൂർത്തത്തിന് അധിക പ്രാധാന്യമുണ്ട്. പക്ഷെ ഒരു പുരാണങ്ങളിലോ ഗ്രന്ഥങ്ങളിലോ ഇല്ലെങ്കിൽ പുരാണ ഇതിഹാസങ്ങളിലൊന്നും വിവാഹ പൊരുത്തം നോക്കി വിവാഹം സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല. അവിടെ ശ്രീരാമദേവൻ വന്നു, സീതാദേവിയെ കണ്ടു. ആ മനോപ്പൊരുത്തം പെട്ടെന്ന് മനസ്സിലുണ്ടായ ഒരു ഇഷ്ടം, ആ മനോപ്പൊരുത്തം പെട്ടെന്നായിട്ട് വന്നു. പാർവതീദേവി ശിവഭഗവാനെ വിവാഹം കഴിക്കാനായിട്ടും മനസ്സിൽ തോന്നിയൊരു ഇഷ്ടമാണ് അവിടെ പ്രധാനമായിട്ടും കാണുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യത്തിനായാലും മനസ്സിൽ ഇഷ്ടമാണ് അവിടെ പ്രധാനമായിട്ട് കാണുന്നത്. അവിടെ പൊരുത്തം നോക്കിയതിൻ്റെ പ്രകാരം അവരുടെ ഇഷ്ടത്തെ മാറ്റിവെച്ചതായിട്ടൊന്നുമില്ല. അതിനാൽ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഒന്നും മുഹൂർത്ത പ്രാധാന്യം ഇല്ലെങ്കിൽ വിവാഹ പൊരുത്തം നോക്കിയിട്ടില്ല എന്ന് കരുതി നമ്മളിപ്പോൾ അതിനെ നോക്കണമെന്നല്ല അതിൻ്റെ അടിസ്ഥാനം. കാരണം 50 വർഷം മുമ്പ് ഇപ്പോൾ മെഡിസിൻ മേഖലയിൽ സ്കാനിങ്ങോ CT സ്കാൻ MRI ഒന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ നോക്കണമെന്നല്ല. എല്ലാ ശാസ്ത്രങ്ങളിലും കാലോചിതമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പൂർവികരൊക്കെ വിവാഹ പൊരുത്തത്തെ പ്രധാനമായിട്ട് നോക്കിയിട്ടുള്ളതായിട്ടും കാണാം. അതിലും നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന ഒരു കാര്യമുണ്ട്. ഇപ്പം ഭഗവാന്റെ രാമായണ കാലഘട്ടങ്ങളൊക്കെ നോക്കണ്ട. അതിനുശേഷം നമ്മുടെ മുതുമുത്തച്ഛന്മാരുടെ കാലത്തൊക്കെ എടുത്താൽ വിവാഹ പൊരുത്തം നോക്കുന്നതൊക്കെ പ്രധാനവും രാജകുടുംബത്തിൽപ്പെട്ടവർ, ഇല്ലെങ്കിൽ ജന്മിമാരായിട്ടുള്ളവർ, ഇല്ലെങ്കിൽ അത് തക്കതായ ഇല്ലെങ്കിൽ ജാതിയിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരൊക്കെയാണ് വിവാഹ പൊരുത്തം നോക്കിയിട്ടുള്ളത്. സാധാരണ ജനങ്ങൾക്ക് ഈഴവൻ, പറയൻ, പുലയൻ ഇതുപോലുള്ള സാധാരണക്കാർക്ക് ജാതകമോ പൊരുത്തമോ അതെന്താണെന്ന് പോലും അവർക്കൊന്നും അറിവില്ല. അതിനുള്ള നോക്കാനുള്ള സാഹചര്യമോ അതിനുള്ള അടിസ്ഥാനങ്ങളോ അവർക്കില്ലായിരുന്നു. അതിന് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. കാരണം ഒരു രാജകുടുംബം ഒരു വിവാഹ ആലോചനയിൽ പൊരുത്തം നോക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ തലമുറ നിലനിന്നു പോകുമോ, ആ വധുവിനെ സ്വീകരിക്കുന്നത് വഴി അവരുടെ രാജ്യവും സന്താനങ്ങളും ഉണ്ടാകുമോ, ആ സന്താനങ്ങളിലൂടെ അവരുടെ രാജ്യഭരണം നിലനിന്നു പോകുമോ, അതാണ് അപ്പോൾ പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പം ഈ വിവാഹപ്പൊരുത്തം വഴി ആ കുടുംബത്തിന് ധനത്തിൻ്റെ പുരോഗതി, അതിലേറ്റവും പ്രധാനം സന്താനം ഉണ്ടാകുമോ എന്നാണ്. സന്താനം ലഭിക്കാതെ വരുമ്പോഴൊക്കെ വീണ്ടും വിവാഹം ചെയ്തതായിട്ടൊക്കെ നമ്മൾ പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനം പൊരുത്തം നോക്കുന്നത് ആ സാമ്പത്തിക ഉയർച്ചയും സന്താനങ്ങളുടെ ഉയർച്ച, ഇല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്ന് ഗുണഫലമുണ്ടാകുമോ, സന്താനം ഉണ്ടാകുമോ, സന്താന തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ. അതേപോലെ ഏറ്റവും പ്രധാനം തന്നെയാണ് ആയുസ്. ഈ ആയുസ് ഈ ജാതകത്തിൻ്റെ പൊരുത്തത്തിൽ പ്രധാനമാണോ എന്നുകൂടി നമുക്കൊന്ന് നോക്കിപ്പോരാം. അതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, സന്താനങ്ങളും ധനവും ഏറ്റവും പ്രധാനം ആയുസ് തന്നെ. അപ്പോൾ ഈ പൊരുത്തത്തിലേക്ക് ഈ അടുത്തായിട്ടാണ് ചൊവ്വാദോഷം ഉണ്ടായിട്ടുണ്ട്, കല്യാണം നടക്കുന്നില്ല, പാപജാതകമാണ് എൻ്റെ മോൻ്റെത്, ഇല്ലെങ്കിൽ വരുമ്പോൾ തന്നെ പറയുന്നത് എൻ്റെ മോൻ്റെത് ശുദ്ധജാതകമാണ്, ഇല്ല മോൻ്റെത് ശുദ്ധജാതകമാണ്, അതുകൊണ്ട് ആലോചനയൊന്നും വരുന്നില്ല. ചൊവ്വാദോഷമുള്ളത് കൊണ്ട് ആലോചന വരുന്നില്ല. ജാതകത്തിൽ ആ ചൊവ്വ സ്ഥാനത്ത് നിൽക്കുമ്പോൾ, ചൊവ്വ 7-ലോ അഷ്ടമത്തിലോ ഒക്കെ നിൽക്കുമ്പോൾ
അതിനും കുറേ നിയമങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. ഒരു സ്വക്ഷേത്ര ബലവാനാവരുത്, ഉച്ചക്ഷേത്രം നിൽക്കുന്നതല്ലാതെ ശത്രുക്ഷേത്ര സ്ഥിതിയോ ആ ഗ്രഹങ്ങൾക്ക് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും ഇല്ലാതെ വരുമ്പോഴൊക്കെയാണ് ചൊവ്വാദോഷം പ്രാധാന്യമായിട്ട് വരാറ്. അതിൽ കൂടുതലും കേട്ടിട്ടുണ്ട് പാപസാമ്യം, പുരുഷനിൽ പാപം സ്ത്രീക്ക് വേണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പൂർവികർ നിശ്ചയിച്ചിട്ടുള്ളത് ഒരിക്കലും ഇവരുടെ ഈ ദോഷത്തിൻ്റെ പേരിൽ കല്യാണം മുടങ്ങരുത് എന്ന് കരുതിയിട്ടല്ല, ഉത്തമ വിവാഹം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നേരെ തിരിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ശാസ്ത്രത്തിൻ്റെ പേരിൽ വിവാഹം മുടങ്ങിപ്പോകുന്നതായിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രശ്നത്തിന് വന്ന ഒരാൾ, അവർക്ക് വിവാഹം 32 വയസ്സായി. ഏകദേശം ഇപ്പോഴത്തെ കാലത്ത് 30 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജാതക പൊരുത്തങ്ങളൊക്കെ മാറ്റി വെച്ചുകൊള്ളുക. നല്ല ബന്ധം വന്നാൽ കല്യാണം നടത്തിക്കൊള്ളണം. കാരണം 30 വയസ്സായ ഒരു പുരുഷന് 26-27 വയസ്സിന് താഴത്തേക്കുള്ള പെൺകുട്ടിയെ കിട്ടാൻ വളരെ പാടാണ്. ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു പെൺകുട്ടിയാണെങ്കിൽ മോളിൽ 5 വയസ്സിന് മൂത്ത ഒരു ചെറുക്കനെ കെട്ടിച്ചു കൊടുക്കാൻ നമുക്കൊരു അനിഷ്ടം ഉണ്ടാവും. അപ്പം 25 വയസ്സുള്ള പെൺകുട്ടിയെ സംബന്ധിച്ച് 20ാമത്തെ വയസ്സിൽ തന്നെ പെൺകുട്ടിയെ സംബന്ധിച്ച് അവർക്ക് വധുവരന്മാരെ അവർ തന്നെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പെൺകുട്ടികൾ അവരുടെ വരനെ അവർ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളൊരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ വിവാഹ പൊരുത്തത്തിൻ്റെ പേരിൽ പുരുഷന്മാരുടെ കല്യാണം മുടങ്ങിപ്പോവുകയും നിരവധി പുരുഷന്മാരാണ് 30 വയസ്സ് കഴിഞ്ഞു, അവരുടെ ജാതകത്തിൽ ഉത്തമമായ യോഗങ്ങളുണ്ട്, വിവാഹത്തിനുള്ള ഉത്തമമായ സമയമാണ്. പക്ഷെ പ്രായം കാരണം വധു ഇല്ലാത്ത, പെണ്ണില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിലേക്ക് എത്താതെ നമ്മൾ പ്രധാനമായിട്ടും നോക്കിക്കൊള്ളുക, ജാതകം നമ്മുടെ ദോഷത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇല്ലെങ്കിൽ ജ്യോതിഷവും നമ്മുടെ ദോഷത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, നമ്മുടെ ഗുണഫലത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനെ മാത്രം മാനിച്ചുകൊണ്ട് ഈ വക കാര്യങ്ങൾ ഇതിന് വിശ്വസിക്കേണ്ടെന്നോ പൊരുത്തം നോക്കണ്ട എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പൊരുത്തം ഏറ്റവും ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട്, അനുഭവജ്ഞാനമുള്ള ഗുരുമുഖത്തുനിന്ന് പഠിച്ചിട്ടുള്ള ഏറ്റവും ഉത്തമമായ ഒരു ജ്യോതിഷനെ കൊണ്ട് നിങ്ങൾ പൊരുത്തം നിശ്ചയിക്കണം. അതിൽ നക്ഷത്ര പൊരുത്തങ്ങൾ 10ൽ 10 പൊരുത്തം ഉണ്ടെങ്കിലും വഴക്കിടാനുള്ളവർ വഴക്കിട്ടിരിക്കും. അപ്പം നക്ഷത്ര പൊരുത്തങ്ങളിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതിനകത്ത് പ്രസക്തി ഇല്ല. സാഹചര്യങ്ങൾ കൊണ്ടാണ് വഴക്കുണ്ടാകുന്നത്. ഇപ്പോൾ 10 പൊരുത്തമുള്ളവർ കല്യാണം കഴിച്ചാൽ പോലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അഭിപ്രായ വ്യത്യാസം വന്നിരിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുന്നതും അത് ഏറ്റവും പ്രധാനം മനപ്പൊരുത്തം തന്നെയാണ്. വിവാഹ ശാസ്ത്രത്തിൽ തന്നെ മനപ്പൊരുത്തത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട്, നമ്മുടെ മറ്റു മതക്കാർക്ക് ഇതൊന്നും നോക്കണ്ടാത്തതുകൊണ്ട് അവരുടെ വിവാഹങ്ങൾക്കൊന്നും ഒരു തടസ്സവും ഇല്ല, അവർക്കൊന്നും ഇത് പൊരുത്തം നോക്കാതെ കല്യാണം കഴിക്കുന്നവർക്കൊന്നും ഒരു ദോഷവും വരുന്നില്ലതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ വിവാഹം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നവർക്കൊന്നും ഒരു ദോഷവും ഇല്ല. അതിനകത്ത് ഏറ്റവും വലിയൊരു ഉത്തരം, ഈ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്ന എല്ലാവർക്കും ജാതകദോഷം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏറ്റവും ഇതിൽ 100 പേരുടെ ജാതകം എടുത്താൽ ചിലപ്പോൾ ഒരു 15 പേർക്കൊക്കെ ജാതകദോഷം വരണമെന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ജാതകദോഷമാണെങ്കിൽ മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഈ ശാസ്ത്രം തന്നെ മനുഷ്യൻ്റെ ദോഷത്തിനും കാരണമായി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇപ്പോൾ വൈദ്യശാസ്ത്രം ഉള്ളത് രോഗം മാറ്റാനായിട്ടാണ്. ഒരു വ്യക്തിക്ക് രോഗം നൽകാനോ രോഗം കൊണ്ട് അവനെ ഭീതിപ്പെടുത്താനോ അല്ല വൈദ്യശാസ്ത്രം ഉള്ളത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ജ്യോതിശാസ്ത്രം. അപ്പോൾ അതിനകത്ത് നക്ഷത്രപ്പൊരുത്തം, അതിലുപരി പാപസാമ്യം, ശുദ്ധജാതകം പാപജാതകം എന്നൊന്നില്ല. ജ്യോതിഷത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിലും അങ്ങനെ ഒരു പ്രതിപാദനം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ശുദ്ധജാതകം എന്നതല്ല, പാപത്തെ കുറയുന്നത് കൊണ്ടാണ് ശുദ്ധജാതകം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ സ്ത്രീനേക്കാൾ പുരുഷന് പാപം കൂടുതൽ വേണം എന്ന് പറയുന്നത് തന്നെ സ്ത്രീനേക്കാൾ മേൽക്കോയ്മ പുരുഷന് വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനൊരു നിയമം പണ്ട് തൊട്ടേ ആചരിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അത് 2 ജാതകങ്ങളെന്ന് പറയുമ്പം ഒരാളുടെ സ്വഭാവത്തെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം ദേഷ്യം കൂടുതലുള്ളൊരു സ്ത്രീക്ക് അതേ ദേഷ്യമുള്ളൊരു പുരുഷനെ സ്വീകരിച്ചാൽ ഇവർ തമ്മിൽ എന്നും കലഹമായിരിക്കും. ആ ജാതകത്തിൽ പാപഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് അവരുടെ സ്വഭാവ വിശേഷങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. ഇപ്പോൾ ചൊവ്വയും ആദിത്യനൊക്കെ പെട്ടെന്ന് ദേഷ്യം നൽകുന്ന ഒരു സ്വഭാവത്തെ നൽകും. അങ്ങനത്തെ ഒരു സ്ത്രീക്ക് ഈ ദോഷങ്ങളൊന്നും ഇല്ലാത്തൊരു പുരുഷൻ വിവാഹം കഴിച്ചാൽ സ്ത്രീയുടെ ദേഷ്യം കാരണം ആ ബന്ധം ശുഭമായിട്ട് പോകില്ല. അതുകൊണ്ടാണ് പാപസാമ്യത്തെ അവിടെ പ്രധാനമായിട്ടും കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ നക്ഷത്ര പാപസാമ്യത്തിൽ 5ാം ഭാവം കൊണ്ട് പ്രധാനമായിട്ടും സന്താനഭാവത്തെ കൽപ്പിക്കണം. സന്താനങ്ങൾ നമ്മുടെ ഹിന്ദുമത ശാസ്ത്രപ്രകാരം ഏറ്റവും വലിയ ധനം സന്താനമാണ്. ആ സന്താനത്തെ ലഭിക്കുക ഉത്തമമായ സന്താനങ്ങളായിരിക്കണം. അതായത് നമുക്കുണ്ടാകുന്ന കുട്ടികൾ നമുക്ക് ഭാവിയിൽ ഗുണപ്പെടണം, അവരുടെ ജീവിത നിലവാരം ഉത്തമമായിരിക്കണം. ഇതൊക്കെ പ്രധാനമായിട്ടും ഒരു വലിയ ഒരു ശാസ്ത്രം തന്നെയാണത്.
അപ്പം അങ്ങനെ നോക്കി ചെയ്യുന്നത് സന്താനങ്ങളെ കൊണ്ട് ആ കുടുംബത്തിനും ആ മാതാപിതാക്കൾക്കും എപ്പോഴും ഉപകാരം ഉണ്ടാവും. അതുപോലെ തന്നെ ആയുസ്സിൻ്റെ സ്ഥാനം. ഇപ്പോൾ സ്ത്രീ ജാതകത്തിൽ ആയുസ്സിന് ദോഷം ചെയ്യുന്ന ഇല്ലെങ്കിൽ കളത്ര മരണം നൽകുന്ന ഒരു യോഗമുണ്ടെങ്കിൽ പുരുഷൻ്റെ ജാതകത്തിൽ ആയുസ്സിന് നൽകുന്നൊരു യോഗം 9-ാം ഭാവത്ത് വ്യാഴം, സ്ത്രീയുടെ ജാതകത്തിൽ 9-ൽ വ്യാഴമൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾ അവിടെ മാറിപ്പോകുന്നതാണ്. അപ്പോൾ അവിടെ ദോഷങ്ങളെയല്ല കണ്ടുപിടിക്കേണ്ടത്, ആ ദോഷങ്ങളുടെ പരിഹാരം ജാതകത്തിലുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത് ശരിക്കും. ഇപ്പോൾ ദോഷങ്ങളെ മാത്രം കൽപ്പിച്ച് പോകാനാണെങ്കിൽ നമുക്കൊരു ജ്യോത്സ്യൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യം ഇവിടെ വരുന്നില്ല. അങ്ങനെ ആ ദോഷങ്ങളുള്ളതിന് പരിഹാരം എന്താണ് ആ ജാതകത്തിലുള്ളത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടുകൾ കഴിച്ചുകൊണ്ട് പരിഹാരം ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. ഇപ്പം 30 വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജാതകദോഷത്തെ അതിപ്രാധാന്യമായിട്ട് കൽപ്പിച്ചു പോകരുത്. നല്ലൊരു വിവാഹബന്ധത്തെ നോക്കി നല്ലൊരു കുടുംബത്തിൽ നിന്ന് അതിലേറ്റവും പൊരുത്തം നക്ഷത്ര ജാതക പൊരുത്തത്തിലേക്ക് സ്വഭാവവും ആ കുടുംബത്തെ പറ്റിയിട്ടുള്ള പൊരുത്തം അത് ഏറ്റവും പ്രധാനമായിട്ട് തന്നെ എടുക്കണം. ജാതകത്തിൽ പൊരുത്തങ്ങൾ 10 ഉത്തമം, പാപസാമ്യമൊക്കെ ഉത്തമമാണെങ്കിലും ഒരു അലമ്പിനോ വഴക്കിനോ ഒക്കെ നടക്കുന്ന ഒരു പുരുഷനെ ആണെങ്കിൽ ഒരിക്കലും നമ്മുടെ പെൺമക്കളെ നമ്മൾ കല്യാണം കഴിക്കില്ല. അപ്പം അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, സ്വഭാവത്തിനും കുടുംബത്തിനും ഒക്കെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഈ പൊരുത്തത്തിനും പ്രാധാന്യത്തെ കൽപ്പിക്കണം എന്ന് പറയുന്നത് ഇതുപോലത്തെ ചെറിയ ദോഷങ്ങളുടെ പേരിൽ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടല്ല. ജാതകവും പൊരുത്തങ്ങളും ഉത്തമമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ എന്ന് കരുതിയിട്ട് ഉത്തമത്തെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏജിനെ കളഞ്ഞുകൊണ്ട് ഒരിക്കലും വിവാഹത്തിൻ്റെ കാലതാമസത്തെ വരുത്തി വിവാഹം നടക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും വലിയൊരു കാര്യം, ഒരു സ്ത്രീയും പുരുഷനും കണ്ടാൽ മനപ്പൊരുത്തം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ മുൻജന്മ ബന്ധങ്ങളുണ്ടെങ്കിൽ അവർക്ക് തന്നെ സ്വാഭാവികമായിട്ട് ഒരു മനപ്പൊരുത്തം തോന്നും. അങ്ങനെ അന്യോന്യം ഇഷ്ടപ്പെട്ട് ഉത്തമമായ കുടുംബങ്ങളാണെങ്കിൽ ജാതക പൊരുത്തത്തിന് അതിൽ ആയുസ്സിനെ പ്രാധാന്യം കൽപ്പിക്കുക, സന്താനത്തിന് പ്രാധാന്യം കൽപ്പിക്കുക, അവരുടെ ധന ആഗമനത്തിനൊന്ന് പ്രാധാന്യം കൽപ്പിക്കുക. ഈ 3 ദോഷവും നോക്കിക്കൊണ്ട് ഇതിലൊന്നും ഒരു നല്ല ജ്യോതിഷൻ്റെ നല്ലൊരു ദൈവജ്ഞൻ്റെ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ 3 ദോഷങ്ങൾക്കും ജാതകപ്രകാരം പ്രശ്നങ്ങളില്ല, ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് തക്കതായ ക്ഷേത്ര വഴിപാടുകളും പരിഹാരങ്ങളും. ഇപ്പം നമുക്ക് ജാതകദോഷത്തിന് പരിഹാരങ്ങളൊന്നും ചെയ്യാനല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെയോ വഴിപാടിൻ്റെയോ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ പരിഹാരങ്ങളെ ചെയ്തുകൊണ്ട് ദോഷശാന്തി വരുത്തിക്കൊണ്ട് വിവാഹബന്ധത്തെ സ്വീകരിക്കുക. ഒരിക്കലും ജാതകത്തിൻ്റെ പേരിൽ വിവാഹത്തെ മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പുരുഷൻ ആൺകുട്ടികളുടെ ഒരു ജാതകമായിട്ട് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു കാര്യത്തെ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് മനസ്സിലാക്കി എല്ലാം നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ശാസ്ത്രവും ജ്യോതിശാസ്ത്രവും തന്ത്രശാസ്ത്രവും മന്ത്രശാസ്ത്രം എന്ത് ശാസ്ത്രം തന്നെയായാലും അത് മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയ വശത്തെ മനസ്സിലാക്കുന്ന ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് നിങ്ങൾ ഉപദേശം തേടുക. അതുപോലെ തന്നെ ഒരാൾ ചേരും എന്ന് പറയുന്ന സാധനം അടുത്ത ജ്യോത്സ്യൻ എടുക്കുമ്പോൾ ചേരില്ല. ഈ ചേരില്ല എന്ന് പറയുന്നത് ടെൻഷൻ കാരണം നമുക്കിഷ്ടമാണ്, പക്ഷെ ജ്യോത്സ്യൻ ചേരില്ല എന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് അടുത്ത ജ്യോത്സ്യൻ്റെ അടുക്കൽ ചെല്ലാം. ഈ ഒരു പ്രവണതയുമുണ്ട്. ആദ്യം കൊണ്ട് ചെല്ലുന്ന ജ്യോത്സ്യൻ ചേരില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാർ തമ്മിൽ ഇഷ്ടമാണ്, പുരുഷനും സ്ത്രീയും തമ്മിൽ ഇഷ്ടമാണ്. അപ്പോൾ ജ്യോത്സ്യൻ ചേരില്ല എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ജ്യോത്സ്യൻ്റെ അടുക്കൽ ഒന്ന് ചെന്ന് നോക്കാം. അടുത്ത ജ്യോത്സ്യൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പറഞ്ഞു മധ്യമമായിട്ട് സ്വീകരിക്കാൻ കുഴപ്പമില്ല, എന്നാലും ഒരു തൃപ്തി വന്നില്ല. അടുത്ത ജ്യോത്സ്യൻ്റെ അടുക്കൽ ചെല്ലും, ആ ജ്യോത്സ്യൻ പറഞ്ഞു ഉത്തമമായിട്ട് സ്വീകരിച്ചു, ഒരു കുഴപ്പമില്ല. വിവാഹത്തിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പം ഒരു വഴക്കുണ്ടായ ഉടനെ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് ടെൻഷൻ വരും. അവരടുത്തുള്ളൊരു ജാതിക്കാരനെ ഒരു ജ്യോത്സ്യൻ്റെ അടുക്കൽ കൊണ്ടുവരും. അത് നോക്കിയിട്ട് പറയുന്നു ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്തൊരു ബന്ധമായിരുന്നല്ലോ എന്ന് ചോദിക്കും. അത് മതി അവിടെ ടെൻഷൻ തുടങ്ങാം. ദോഷമുണ്ടെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ പേരിലാണെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചു കൂട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യമല്ല, ഏതെങ്കിലും നല്ലൊരു ജ്യോത്സ്യനെ വിശ്വസിക്കുക, ആ ജ്യോത്സ്യൻ പറയുന്ന കാര്യത്തെ കേട്ടുകൊണ്ട്. അപ്പോൾ അവിടെ ആ ജ്യോത്സ്യൻ പറയുന്നത് മാത്രം കേൾക്കണം എന്നല്ല, നമ്മൾ ഒരു കാര്യത്തിന് ഒരു അഭിപ്രായം ഒരാളോട് മാത്രം തേടുക. എന്ത് കാര്യത്തിനും ഒന്ന് കൂടുതൽ അഭിപ്രായങ്ങൾ തേടുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ തേടുന്നത് ഇതുപോലെ അറിവുള്ളൊരു ജ്യോത്സ്യൻ്റെ അടുക്കലാണെങ്കിൽ ആ 2 ജ്യോത്സ്യന്മാരും ഒരേ രീതിയിലേ പറയുള്ളൂ. ഒരാൾ പഠിച്ച ശാസ്ത്രവും ഇത് ശാസ്ത്രം ഒന്നായതുകൊണ്ട് ഒരാൾ ദോഷമൊന്നും അടുത്ത ആൾ ദോഷം ഇല്ല എന്നൊരിക്കലും പറയേണ്ട സാഹചര്യം വരില്ല. അപ്പം അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ജ്യോത്സ്യൻ്റെ അടുക്കലാണെങ്കിൽ 1 അല്ല 2 അല്ല 3 ജ്യോത്സ്യന്മാരെ കണ്ടാലും അവർ ഒരേ അഭിപ്രായങ്ങൾ തന്നെയായിരിക്കും പറയുക. ഇപ്പം ഒരു എക്സ്റേ എടുത്തൊരു ഡോക്ടറെ കാണിച്ചാൽ ഒരു അസുഖമുണ്ടെങ്കിൽ അത് അടുത്ത ഡോക്ടറെ കാണിച്ചാലും ആ അസുഖം തന്നെയാണ് ഡോക്ടർ പറയണം. കാരണം എക്സ്റേയിൽ ഒരു അസുഖം മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ജാതകത്തിലെ ദോഷം ഏത് ജ്യോത്സ്യം നോക്കിയാലും ആ ദോഷം ഒന്ന് തന്നെ ആയിരിക്കും.
അതിൽ കൂടുതൽ അറിവുള്ള ജ്യോത്സ്യന്മാർ ഇല്ലെങ്കിൽ കൂടുതൽ അറിവുള്ള ദൈവജ്ഞന്മാർ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തരും. ഇപ്പോൾ ദൈവജ്ഞൻ്റെ ധർമ്മം എന്ന് പറയുന്നത് തന്നെ ഇതിലെ ശരിയും തെറ്റും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊരു കടമ കൂടി ജ്യോത്സ്യന്മാർക്ക് ഉണ്ടാവണം. അപ്പം വിവാഹപ്പൊരുത്തവും ജാതകവും ഒക്കെ ഏറ്റവും ആവശ്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്, ഇല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് ആവശ്യമാണ്. അതൊരിക്കലും അന്ധവിശ്വാസമായി പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നമസ്കാരം.